നമസ്കാരം. നിങ്ങൾ വീടില്ലാതെയോ അല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയോ അല്ല ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഇപ്പോൾ എ ജനറേറ്റഡ് ഫോട്ടോ അവർ ചിലപ്പം പ്രൊഫൈലിനകത്ത് എഴുതി വെക്കും ഇതിൽ വരുന്ന ഫോട്ടോസ് ചിലത് ആണെന്നുള്ളത് എന്ന് കരുതി അടിക്കും, ആൾക്കാർ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, മംഗളാശംസകൾ കൊടുക്കുന്നു, എന്തോരം ബഹളമൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇതിൽ നിങ്ങളുടെയൊക്കെ പല ഡീറ്റെയിൽസും ചിലപ്പോൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഈ പേജ് ഇവർ വലിയ വിലയ്ക്ക് മറിച്ച് വേറെ ആൾക്ക് വയ്ക്കും. ഈ അടുത്തിടയ്ക്ക് വന്നൊരു കാര്യം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് സ്ഥിരമായിട്ട് ഒരു ഒരു വ്യക്തിയുടെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ ഇങ്ങനെ പോസ്റ്റുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെ ഇയാൾക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല, ഇയാൾ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ നോക്കിയപ്പം പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് ഫോളോ ചെയ്തു എന്നൊരു പിടിയില്ല. അയാളിപ്പോൾ ഇങ്ങനെ വിശദമായി നോക്കിയപ്പോൾ പണ്ടെന്നോ ഏതോ ഒരു പുണ്യാളൻ്റെ പേരിലോ അല്ലെ മാതാവിൻ്റെ പേരിലോ തുടങ്ങിയ ഒരു പേജാണ് അത്. അന്ന് ഫോട്ടോ ഒക്കെ വരുന്നു, സ്ഥിരമായിട്ട് പ്രാർത്ഥനയൊക്കെ ഇടുന്നപ്പോൾ ഇയാൾ അങ്ങ് ഫോളോ ചെയ്ത് കിടന്നതാണ്. പിന്നീട് ഈ പേജ് ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരന് വളരെ വലിയ വിലയ്ക്ക് അല്ലെ മറ്റേ രാഷ്ട്രീയക്കാരന് വ്യാജേന വരുന്ന വേറെ ആൾക്കാരായിരിക്കും, നമുക്കറിയത്തില്ല ആരാന്ന്, ഇവർക്ക് വലിയ വിലയ്ക്ക് ഈ പേജ് ഇവർ വിൽക്കുകയാണ്. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് ചിന്തിക്കാം. പക്ഷേ അങ്ങനല്ല. പലപ്പോഴും പല ആൾക്കാരും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ പല പേജുകൾ കൂടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ കണ്ടു 1,60,00,000 ഒരു മനുഷ്യൻ്റെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് ഒരു ന്യൂസ് കണ്ടു. 70 വയസ്സുള്ള ഒരു പ്രായമുള്ള വ്യക്തിയുടെ. അതിനകത്ത് ന്യൂസിനകത്ത് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഫേസ്ബുക്കിൽ കൂടെ ബന്ധപ്പെട്ടാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത്. ആൾക്കാരിലെ നമ്മളുടെ ഈ പറഞ്ഞില്ലേ ഈ ഒരു ഫോട്ടോ കണ്ട് അത് ആണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എടുത്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ആൾക്കാർ, വിവരമുള്ള കൊച്ചു പിള്ളേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവർ യൂസ് ചെയ്യുന്നത്, അവരങ്ങോട്ട് പോകുന്നൊന്നുമില്ല. ഈ ഫേസ്ബുക്കിൽ ഇതൊന്നും അറിയാൻ വേദ എങ്ങനെ ഒരു റീൽസ് ഏതാ അല്ലെ വീഡിയോ ഏതാണെന്ന് തിരിച്ചറിയാൻ വേദ അല്ലെ അടുത്ത വീഡിയോയുടെ ഭാഗം എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാൻ വേദിയിരിക്കുന്നത് നോക്കുന്നവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അവരെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ സഹായം ലഭിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ് സഹായം കൊടുക്കുന്നവരുണ്ട്. ജെനുവിനായിട്ടുള്ള പേജിലും ജെനുവിനായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊന്നും സഹായം എടുക്കുക. അല്ലാതെ ഈ കടച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്നത്, അതെല്ലാത്തിനകത്തും പോയി ലൈക്ക് പഠിച്ച് ഷെയർ പഠിച്ച് കമന്റ് ഇടാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കത് ദോഷമായിട്ട് തന്നെ വരും.